ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം ഓണത്തിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കാം. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അത് എത്ര പേര് അംഗീകരിക്കുമെന്ന് എനിക്കറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് മോഹൻലാലിൻ്റെ ലുക്ക് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു നായകൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിനിമയുടെ പോസ്റ്റർ പോലും സിനിമയിലെ പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയിലെ മോഹൻലാലിൻ്റെ ലുക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ലുക്കാണ് എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സിനിമയാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി അധികമായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളായിരിക്കും. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന് താഴെ വന്നിട്ട് നിനക്കെന്താണ് മറ്റേതാണ് മറിച്ചാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് മോഹൻലാലിൻ്റെ സിനിമകൾ കാണുമ്പോഴത്തേക്കും മോഹൻലാലിനെ എനിക്കൊരു രീതിയിൽ കാണണമെന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ വ്യത്യസ്തതയൊക്കെ വരാം. പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു ലുക്കുള്ള ലാലേട്ടൻ്റെ അല്ല ഞാൻ സ്ക്രീനിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ പല രീതിയിൽ ചിലപ്പോൾ ഫാൻസുകാർക്ക് ഒരേ രീതിയിലുള്ള സിനിമകൾ മാത്രം ചെയ്യാൻ പറ്റില്ല, മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് താഴെ കമൻറ്റ് ബോക്സ് വരുമെന്ന് എനിക്കറിയാം. ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത്. ഇതൊരു കൊമേഴ്ഷ്യൽ കണ്ടന്റ് ആയിട്ടുള്ളൊരു സിനിമയല്ലേ സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ രീതിയിൽ കോമഡി രീതിയിലുള്ള സിനിമയാണ് നമുക്കറിയാം. ആക്ഷനൊന്നും കൂടുതൽ പ്രാധാന്യമുള്ള സിനിമ അല്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ലുക്ക് നല്ല രീതിയിലുള്ള ലുക്ക് കൊടുത്തൂടെ? ലുക്കിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഒരു പ്രാധാന്യം കൊടുക്കണോ? മോഹൻലാൽ ലുക്ക് മാറി വന്നിട്ടുള്ള സിനിമകളുടെയൊക്കെ വിജയപരാജയമൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ലാലേട്ടനെ അങ്ങനെ ആൾക്കാർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സിനിമ എന്തോ ആയിക്കൊണ്ടുപോട്ടെ, സിനിമയുടെ കഥ എന്തോ ആയിക്കൊണ്ടുപോട്ടെ, പക്ഷേ ലാലേട്ടന് ഒരു രീതിയിലുള്ള ലുക്ക് കൊടുക്കണം. കാരണം വെറൈറ്റി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിനിമയിലെ വിജയപരാജയത്തിനെ പോലും ബാധിക്കുമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം. നിങ്ങൾക്കൊക്കെ പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളും കാണും. പക്ഷേ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു പ്രതീക്ഷയുമില്ല. ചിലപ്പോൾ സൈലന്റ് ഹിറ്റായിട്ട് പറഞ്ഞ സിനിമയായിരിക്കും. എനിക്കറിഞ്ഞിട്ടുള്ള സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ അതൊരു ആവറേജ് താഴെയുള്ള സിനിമയായിരിക്കും, അല്ലെങ്കിൽ അതൊരു ആവറേജ് സിനിമയായിരിക്കും. അതൊരിക്കലും ഒരു മികച്ച സിനിമയാവാനുള്ള സാധ്യത എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്നും ഇടണ്ട. തോന്നുന്നൊരു അഭിപ്രായമാണ്. ചിലപ്പോൾ അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് മാറും. കാരണം എമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ ചിലപ്പോൾ സിനിമയുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. മോഹൻലാലിൻ്റെ പ്രതീക്ഷയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് എനിക്കിനി പ്രതീക്ഷയുള്ള ദൃശ്യം 3 മാത്രമാണ്. വേറെ സിനിമകളൊക്കെ വരുന്നില്ലെന്നും പറയുന്നു. എന്താണെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. ഇനി ഇത് ഏറ്റവും മോഹൻലാലിൻ്റെ പ്രതീക്ഷയില്ലാത്ത 2 സിനിമകളാണ് L3, അതായത് അസ്രയേൽ. അത് വരൂലെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അസ്രയേൽ എന്ന് പറഞ്ഞ സിനിമ ഉപേക്ഷിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അഥവാ വരികയാണെങ്കിൽ പോലും അതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് വരും. ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചു, അവർ തന്നെ എമ്പുരാൻ്റെ പരാജയം അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് L3 ഇതുപോലെ വേറെ ലെവലാണ്, ഇതിൻ്റെ അപ്പുറമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ പടമല്ല വലിയ പടമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂട്ടണം. അപ്പം അത്രയും ബഡ്ജറ്റ് കൂട്ടി അവർ സിനിമ എടുക്കുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ താഴെ കമ്പോസ്റ്റോട് അവർ സിനിമ എടുക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടെ. അവർ സിനിമ എടുക്കൂലെന്ന് ഞാൻ പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ബഡ്ജറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു 50-100 കോടിക്ക് താഴെ നടത്തിയ സിനിമ ചെയ്യുമെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമ്പോസ്റ്റിലിടാം. ഈ 2 സിനിമകളാണ് മോഹൻലാലിൻ്റെതായിട്ട് എനിക്ക് ഒട്ടും തൃപ്തിയില്ലാത്ത, അല്ലെങ്കിൽ ഇനി അതിലൊരു പ്രതീക്ഷയില്ലാത്ത ഒരു സിനിമ. 2 സിനിമകളെന്ന് പറയുന്നത് ഹൃദയപൂർവ്വവും അസ്രയേലും എന്ന് പറയുന്ന സിനിമകളാണ്. ഇനി അത് അനൂപ് മേനോൻ്റെ പടം വരണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അനൂപ് മേനോൻ്റെ പടം എന്താണെങ്കിലും ഏത് ലുക്കാണെങ്കിലും ശരി, അനൂപ് മേനോൻ്റെ പടങ്ങൾ നമുക്കറിയാം ആ ഒരു ലെവലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 പടങ്ങളുമായിരിക്കും ഇനി മോഹൻലാലിൻ്റെതായിട്ട് വരാൻ പോകുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ചിത്രം. അത് ബോംബെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സിനിമ സൈലന്റ് ഹിറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. സിനിമയുടെ കഥയെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന പ്രതീക്ഷയില്ലാത്ത സിനിമകൾ ഇതൊക്കെയാണ്. ഇനി മോഹൻലാലിൻ്റെ പ്രതീക്ഷയുള്ള സിനിമ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയും റാം എന്ന് പറയുന്ന സിനിമയുമാണ് എൻ്റെ ഇപ്പോൾ ഉള്ള മോഹൻലാലിൻ്റെ ലൈനപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ. പിന്നെ തരുൺ മൂർത്തിക്ക് ഒരു ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. തരുൺ മൂർത്തി എന്തായാലും നല്ല രീതിയിൽ സിനിമ ചെയ്യുമെന്നുള്ള കാര്യവും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകളാണ് മോഹൻലാലിന് ചെയ്യാനുള്ള. അതിൽ ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള സിനിമ, ഇഷ്ടമില്ലാത്ത സിനിമ ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.